എല്ലാവർക്കും നമസ്കാരം. 2 വരി അവസാനത്തേത് അത് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. നമുക്ക് കേൾക്കാം. എന്തായാലും അതൊരു സിനിമയിലൊക്കെ ഉള്ള മാതിരി 2 വരികളായിരുന്നു. നല്ല ചുവപ്പിൽ ചില ഭാഗങ്ങൾ, നല്ല കറുത്ത മഷിയിൽ കുറച്ച് ഭാഗങ്ങൾ എഴുതി തന്നിട്ടുണ്ട്. ഹരേ കൃഷ്ണ. നമസ്കാരം ശ്രീകാന്ത് സാർ. എൻ്റെ പേര് ശ്യാമ. കൊല്ലമാണ് സ്ഥലം. ഇതിനു മുമ്പ് ഒരു തവണ ഞാൻ എൻ്റെ അനുഭവം ത്രിമധുരത്തിൽ പങ്കുവച്ചിരുന്നു. സ്ഥിരമായി ത്രിമധുരത്തിലെ അനുഭവ കഥകൾ വായിക്കാറുണ്ട്. എനിക്കും ത്രിമധുരത്തിൽ പങ്കുവയ്ക്കാൻ ഒരു അനുഭവം തരണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഇന്ന് വ്യാഴാഴ്ചയാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പിറന്നാളാണ്. അദ്ദേഹത്തിന് മാമ്പഴ പുളിശ്ശേരി വളരെ ഇഷ്ടമാണ്. പക്ഷെ എന്തു ചെയ്യാം, മാങ്ങ കിട്ടാനില്ല. അങ്ങനെ ഞാൻ ഇന്ന് ഇവിടെ അടുത്ത് ചന്തയിൽ പോകാൻ തീരുമാനിച്ചു കേട്ടോ. എനിക്ക് എൻ്റെ വീടിന് നേരെ എതിർവശത്തായിട്ട് ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്. എൻ്റെ മുറിയിൽ നിന്നാൽ ക്ഷേത്രം നല്ല ഭംഗിയായിട്ട് കാണാൻ കഴിയും. ശ്രീകോവിലിന് മുകളിലുള്ള കൊത്തുപണിയിൽ 4 വശങ്ങളിലും ഉണ്ണിക്കണ്ണൻ നിൽക്കുന്ന പ്രതിമ ഉണ്ട്. എപ്പോഴും ഞാൻ എൻ്റെ മുറിയുടെ ജനൽ തുറന്നാൽ കാണുന്ന കണ്ണനെ പ്രാർത്ഥിക്കാറുണ്ട്. ഇന്ന് ഞാൻ എൻ്റെ ഭഗവാന്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് കുറച്ച് പഴുത്ത മാമ്പഴം കിട്ടണേന്ന്. ഞാൻ ചന്തയിൽ ചെന്നപ്പോൾ അവിടെ നിറയെ മാമ്പഴങ്ങൾ. എന്തായാലും എനിക്ക് അധികം സന്തോഷമായി. കറിയും വെച്ചു. എൻ്റെ പ്രാർത്ഥന എൻ്റെ ഭഗവാൻ കേട്ടു. ഇതെൻ്റെ ഒരു അനുഭവമാണ്. സാർ ദയവായി ഈ അനുഭവം ഒന്ന് ത്രിമധുരത്തിൽ പങ്കുവെക്കണേ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇന്നത്തെ മാമ്പഴ പുളിശ്ശേരിക്ക് ഒരു പ്രത്യേക രുചി ഉണ്ടായിരുന്നു. അവസാനമായിട്ട് എഴുതിയിട്ടുണ്ട്, ഈ അനുഭവം എഴുതുമ്പോഴും ഞാൻ എൻ്റെ മുറിയുടെ ജനലുകൾ തുറന്നിട്ടിരിക്കുകയാണ് എൻ്റെ കണ്ണനെ കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു എഴുതുന്നൊരു സീനും നിങ്ങൾ വായിച്ചു നോക്കി, കേട്ട് മനസ്സിൽ സങ്കല്പിച്ച് നോക്കുക. നല്ല വെള്ള പേപ്പറിൽ ചുവന്ന മഷിയും കറുത്ത മഷിയും കൂടെ കൂട്ടി എഴുതുകയാണ്. ജനാല തുറന്നിട്ടിരിക്കുമ്പോൾ കണ്ണനെ കാണുന്നുണ്ട്. സിനിമയിലൊക്കെ ഉണ്ടാവില്ലേ, എനിക്ക് 1-2 സിനിമയിലെ സീൻസൊക്കെ ഓർമ്മ വരുന്നുണ്ട്. അങ്ങനെ ആ ഒരു എഴുത്ത് എന്തായാലും മനോഹരമായി, സന്തോഷമായി, നല്ല സുഖം, നല്ലൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി ഈ ഒരു അനുഭവത്തിന്. അപ്പോൾ എല്ലാവരിലേക്ക് എത്തിക്കുക. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം, ജോയിൻ ബട്ടണിലൂടെ വരാം. മാമ്പഴ പുളിശ്ശേരി എന്ന് കേട്ടപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. ഒന്നും പറയാനില്ല. ഹരേ കൃഷ്ണ.